ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മൾ രാവിലെ തന്നെ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ഇത് 2 പീക്കോക്ക് വീടിൻ്റെ മേലെ കയറിയിരിക്കുന്നതാണ് കേട്ടോ കണ്ടേ. അപ്പോൾ നമ്മുടെ അക്കുകൂട്ടന് പീക്കോക്കിന് വലിയ ഇഷ്ടമാണ്. അവൻ അതിൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ കാണാൻ വേണ്ടി മുറ്റത്തേക്ക് ഓടിപ്പോകും കേട്ടോ. അത് നോക്കിയിരിക്കുകയാണ് കാറിൻ്റെ മേലെ. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു പൂച്ച നമ്മുടെ ഗേറ്റിൻ്റെ മേലെ കൂടെ നടക്കും. അപ്പോൾ പൂച്ചയ്ക്ക് കണ്ണ് കാണാനാന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാളുകുട്ടി ബൾബൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. ഇനി ആരും അത് ഓഫ് ചെയ്യരുത്, എൻ്റെ മിയാക്കുട്ടിക്ക് കണ്ണ് കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോൾ പൂച്ച താഴത്തേക്ക് ഇറങ്ങാൻ കണ്ടിട്ട് നമ്മുടെ മാള് മുറ്റത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടോ. മഴയൊക്കെ ചെറുതായിട്ട് പെയ്ത് പോയുള്ളൂ, വീണ്ടും മഴ വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മാളുകുട്ടി ഡ്രസ്സൊക്കെ മാറി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ സ്കൂളിൽ പോകാനായിട്ട്. വാൻ വരാൻ സമയമായി തുടങ്ങി. അപ്പം മുറ്റത്ത് കുറച്ച് നേരം പൂച്ചയുടെ പിന്നാലെ നടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ആൾ പൂച്ചയോട് പോയി സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്നെ പേടിയാണ് കുറേ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവർ കുറച്ച് മാറി നിന്നിട്ടേ സംസാരിക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എന്നെ പൂച്ചയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണം പറഞ്ഞിട്ട് നിൽക്കാൻ കേട്ടോ. പക്ഷെ ആൾക്ക് അടുത്തേക്ക് പോകാൻ പേടിയാണ്, അതാണ് കുറച്ച് നീങ്ങി നിൽക്കുന്നത്. ഇതാണ്ട് നമ്മുടെ പൂച്ച നടത്തു പോവാണ്. ഇതേതോ വീട്ടിൽ വളർത്തണ പൂച്ചയാണ് കേട്ടോ, അതാണ് ഇത്രയും നമ്മളോട് അടുപ്പം കാണിക്കാൻ തന്നെ. നാളെ സ്കൂൾ പോകാൻ ടൈമായ സമയത്ത് പൂച്ചയെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ. രാവിലെ തന്നെ പൂച്ചയ്ക്ക് ഡാൻസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, പാട്ടൊക്കെ പാടി കൊടുക്കാൻ കേട്ടോ. അപ്പോഴേക്കും എന്താ മഴ വരുന്നുണ്ട്. പൂച്ച ഇതാ ഓടിപ്പോന്ന് മഴയത്തുനിന്ന് മാളുകുട്ടീൻ്റെ മുറ്റത്തുനിന്ന് കയറ്റി നിർത്തി, അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ഒന്ന് നനയ്ക്കും സ്കൂളിൽ പോകുമ്പോഴേക്കും. അങ്ങനെ നമ്മൾ സ്കൂളിൽ പോകാൻ ഇറങ്ങാണ് കേട്ടോ. വണ്ടി വെയിറ്റ് ചെയ്ത് വഴിയിൽ നിൽക്കുകയാണ്. അപ്പോൾ മാള് ചെറിയ മഴയുള്ള കാരണമാണ് കേട്ടോ കുട പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ അടുത്ത മഴ വരുന്നുണ്ട്, അതിൻ്റെ പിന്നെ വണ്ടി വന്നാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ആകെ നനഞ്ഞ് ഡ്രസ്സൊക്കെ നനഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഇന്ന് നമ്മുടെ വണ്ടി വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ. അവിടെ റോഡ് പണി നടക്കാതിരുന്ന കാരണം വണ്ടി കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ മാളുകുട്ടി അപ്പോഴേക്കും കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞു, എൻ്റെ വണ്ടി കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരച്ചിലൊക്കെ തുടങ്ങിയിരുന്നു കേട്ടോ. അങ്ങനെ എത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അങ്ങനെ നമ്മൾ സമാധാനിപ്പിച്ച് മാളുകുട്ടീനെ പറഞ്ഞയച്ചു കേട്ടോ.